ഇത് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കുന്ന രീതിയിൽ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ വിദ്യാർത്ഥികളെ ചുമതലപ്പെടുത്താൻ വേണ്ടി പാടില്ല. എന്ന് മാത്രമല്ല, ഇപ്പോൾ വോട്ടർ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ട് നിരവധി ആക്ഷേപങ്ങളും ആരോപണങ്ങളും ആത്മഹത്യകളും ഒക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന അവസരമാണ്. അതിൻ്റെ വോട്ടർ പട്ടിക പുതുക്കൽ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് അനുബന്ധ ജോലികൾക്കായി NSS NCC വോളണ്ടിയർമാരായ വിദ്യാർത്ഥികളെ നിയോഗിക്കുവാനുള്ള ചില റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ നീക്കം അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. വിദ്യാർത്ഥികളുടെ പഠനത്തെ അത് തടസ്സപ്പെടുത്തും. സംസ്ഥാനത്തെ സ്കൂളുകളിൽ അധ്യയനം പൂർണ്ണതോതിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണിത്. പൊതുപരീക്ഷകൾ ഉൾപ്പെടെയുള്ള സുപ്രധാനമായ പരീക്ഷകൾ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. 10 ദിവസത്തിലധികം വിദ്യാർത്ഥികളെ ക്ലാസ്സുകളിൽ നിന്ന് മാറ്റി നിർത്തി വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട വിവരശേഖരണത്തിനും ഡിജിറ്റലൈസേഷനും നിയോഗിക്കുന്നത് അത് കുട്ടികളുടെ പരീക്ഷയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെയും ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ച് വിദ്യാർത്ഥികളുടെ പഠന സമയം സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, വിദ്യാഭ്യാസ വകുപ്പ് ഒരു ഉത്തരവിറക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ള അക്കാഡമിക് സമയങ്ങളിൽ സ്കൂൾ വിട്ട് പോകാൻ വേണ്ടി പാടില്ല. സ്കൂൾ കോമ്പൗണ്ടിനകത്ത് മറ്റ് പരിപാടികളിൽ നടത്താൻ വേണ്ടി പാടില്ല. വിദ്യാർത്ഥികളെ ക്ലാസ് ടൈം വർക്കിംഗ് ടൈമിന് മറ്റ് ഏതെങ്കിലും പ്രോഗ്രാമിന് വിളിച്ചുകൊണ്ട് പോകാനും പാടില്ല എന്നുള്ളൊരു ഉത്തരവ് ഇപ്പോൾ നിലവിലുണ്ട്. പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും സാമൂഹിക സേവനങ്ങൾക്കും NSS NCC SPC എന്നിവ പ്രോത്സാഹനം നൽകുന്നുണ്ടെങ്കിലും അധ്യയന ദിവസങ്ങളിൽ തുടർച്ചയായ ക്ലാസ് നഷ്ടപ്പെടുത്തി ഓഫീസ് ജോലികൾക്കും ഫീൽഡ് വർക്കുകൾക്കും കുട്ടികളെ ഉപയോഗിക്കുന്നത് ശരിയായ നടപടിയല്ല. വിദ്യാഭ്യാസ അവകാശങ്ങൾക്കല്ലാതെ കുട്ടികളെ മറ്റ് ഔദ്യോഗിക കൃത്യനിർവഹണങ്ങൾക്ക് ഉപയോഗിക്കുന്നത് അവരുടെ പഠനാവകാശ ലംഘനമാണ്. വിദ്യാർത്ഥികളുടെ പഠനം തടസ്സപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുത്തുവാൻ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിലവിൽ നല്ല സഹകരണമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇക്കാര്യത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പുതിയ വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന കാര്യത്തിൽ നിലവിൽ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക തീവ്ര പരിശോധനയുടെ ഭാഗമായി ബൂത്ത് ലെവൽ ഓഫീസർമാരായി നിയോഗിച്ച വിദ്യാഭ്യാസ വകുപ്പിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ എണ്ണം 5623 പേരാണ്. അപ്പോൾ ഇതിന് പകരം ഗസ്റ്റ് ലെക്ചർമാരെയും അതുപോലെ അധ്യാപകരല്ലാത്തവരുടെ നോൺ ടീച്ചിങ് സ്റ്റാഫിനെയൊക്കെ തന്നെ ഡെയിലി ബേസിൽ എടുത്തിരിക്കുകയാണ്. കാരണം ടീച്ചർമാരില്ലാതെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേറെ മാർഗമില്ലല്ലോ. ഇതിൽ 2938 അധ്യാപകരും 2104 അനധ്യാപകരും 581 മറ്റു ജീവനക്കാരും ഉൾപ്പെടുത്തുകയാണ്.